ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഇമേജ് മെനുവിൽ തന്നെ വരുന്ന ഇമേജ് റൊട്ടേഷൻ എന്ന് പറഞ്ഞ കമാൻഡ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അതായത് നമ്മൾ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ ട്രാൻസ്ഫോം ടൂൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ റൊട്ടേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. സോ ആ സെയിം തന്നെയാണ് പ്രോപ്പർട്ടികൾ വരുന്നത്. നമ്മൾ അവിടെ ഒരു പർട്ടിക്കുലർ ഡിസൈനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് റൊട്ടേഷൻ ചെയ്തിരുന്നത്. ഇതിനകത്ത് നമ്മൾ റൊട്ടേഷൻ ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? ആ ഇമേജിനെയാണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇമേജ് റൊട്ടേഷനെ കുറിച്ച് പഠിക്കാം. അപ്പം ഇമേജ് റൊട്ടേഷൻ എന്നുള്ള കമാൻഡ് കിടക്കുന്നത് എവിടെയാണ്? ഇമേജ് മെനുവിലാണ് ഇമേജ് റൊട്ടേഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ക്യാൻവാസ് സൈസ് ഉണ്ടല്ലോ, ഈ ക്യാൻവാസ് സൈസിന്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് ഇമേജ് റൊട്ടേഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ ഈ ഇമേജ് റൊട്ടേഷൻ എന്താന്ന് പറയാം. വി ക്യാൻ റൊട്ടേറ്റ് അവർ ഇമേജ് ടു ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് യൂസിങ് ഇമേജ് റൊട്ടേഷൻ കമാൻഡ്. ആൻഡ് ഓൾസോ വി ക്യാൻ ഫ്ലിപ്പ് ഇൻടു ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഒരു ഇമേജിനെ നമുക്ക് ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കതിന് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പറ്റും? ഈ ഇമേജ് റൊട്ടേഷൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്കിപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി എങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് ഇമേജ് മെനുവിൽ ഇമേജ് റൊട്ടേഷൻ എവിടെയാണ് കിടക്കുന്നത്? ക്യാൻവാസ് സൈസിന് തൊട്ട് താഴെയായിട്ട്. സോ ഈ ഇമേജ് റൊട്ടേഷനിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? 180 ഡിഗ്രി ഉണ്ട് അല്ലേ? 180 ഡിഗ്രി മീൻസ് നേരെ ഇത് ഫ്ലിപ്പ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മൾ 180 ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഇതുപോലെ നേരെ നമുക്ക് എന്ത് ചെയ്തേ 180 ഡിഗ്രിയിൽ നമുക്ക് ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇമേജ് മെനുവിലെ ഇമേജ് റൊട്ടേഷനകത്ത് കിടക്കുന്ന ഈ 180 ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു റൊട്ടേഷൻ എന്നുള്ള പ്രോപ്പർട്ടി എല്ലാ ഇമേജിലും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഫോട്ടോ എടുക്കേണ്ടി വരും. സോ ആ സമയത്താണ് നമുക്ക് ഈ റൊട്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ നമുക്ക് ഈ പറയുന്ന പോലെ ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും ഒക്കെ നമുക്ക് ഡയറക്ഷനിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഞാൻ ആ ട്രാൻസ്ഫോം കമാൻഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ്. ഈ ഇമേജ് റൊട്ടേഷൻ എന്നുള്ള കമാൻഡുകൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇമേജിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കമാൻഡ് ഏതാണ്? 180 ഡിഗ്രിയാണ്. വളരെ സിമ്പിൾ കമാൻഡ് ആണ്. 180 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു ലെയർ ആക്കി ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം. ഇമേജ് റൊട്ടേഷനിൽ തന്നെ എന്താണ്? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. സോ ഈ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് മീൻസ് നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 90 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് കൊടുക്കാം. സോ ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ ആംഗിളിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇമേജിനെ എടുക്കാനായിട്ട് സാധിക്കും. ഏത് വെച്ചിട്ട്? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ചിട്ട്. കണ്ടോ? ഞാനിപ്പോൾ കുറെ പ്രാവശ്യം കൊടുത്തു 90 ഡിഗ്രി. ഓക്കെ, അതായത് 4 പ്രാവശ്യം ഞാൻ കൊടുത്തു. അതായത് 360 ഡിഗ്രിയിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് എന്താ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ദെൻ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്താണ്? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഈ ക്ലോക്ക് വൈസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ത്? കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. കണ്ടോ? ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് എന്താ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കമാൻഡ് എന്താണ്? ആർബിട്രറി മോഡ്. ആർബിട്രറി മോഡ് മീൻസ് എന്താണ്? നമുക്ക് ഇവിടെ ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എത്ര ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞ കമാൻഡുകളൊക്കെ എന്താണ്? 90 അല്ലെങ്കിൽ 180 ഡിഗ്രിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺസ്ട്രെയിൻഡ് ആംഗിൾ ആയിരുന്നു അല്ലെ? ഒന്നിലെ 90 അല്ലെങ്കിൽ 180 ഡിഗ്രി. ഇതിനിടയ്ക്കുള്ള ഒരു ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? നമുക്ക് ഒരിക്കലും അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് നമുക്കൊരു കസ്റ്റം റൊട്ടേഷൻ ഇപ്പോൾ 10, 15, 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു ആംഗിളിലേക്ക് നമുക്ക് ബാക്കി ഇതിന് മുമ്പ് പറഞ്ഞ കമാൻഡുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. സോ നമ്മളിവിടെ റൊട്ടേറ്റ് ക്യാൻവാസിൽ വന്നിട്ട് ഞാനിവിടെ ആംഗിൾ ഒരു 50 അല്ലെങ്കിൽ 45 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിളിൽ ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് എന്ത് ചെയ്ത് കിട്ടും? നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ 45 ആണ് കൊടുത്തത്. ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ 45 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ആ ഇമേജ് റൊട്ടേറ്റ് ആയി കിട്ടും. സോ അതാണ് എന്താ ഈ ആർബിട്രറി മോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആർബിട്രറി മോഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ക്ലോക്ക് വൈസും ചെയ്യാം, കൗണ്ടർ ക്ലോക്ക് വൈസും ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ക്ലോക്ക് വൈസ് ആണ് കൗണ്ടർ ക്ലോക്ക് വൈസിൽ എങ്ങനെയാണ് ഒരു ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? സോ ക്ലോക്ക് വൈസ് മോഡിലാണ് നോർമലി റൊട്ടേറ്റ് ആവുന്നത്. നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിക്കോൺ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഈ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് റൊട്ടേറ്റ് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. സോ അപ്പോൾ ഇതാണ് ആർബിട്രറി മോഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് കൺട്രോൾ മൈനസ് പ്രസ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ,
ഞാനിത് അൺഡു ചെയ്ത് പഴയ രീതിയിലേക്ക് ആക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആർബിട്രറി മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചത് തന്നെയാണ് എന്താ, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ ആൻഡ് ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ. മീൻസ് എക്സ് ഡയറക്ഷനിൽ ഇരിക്കുന്ന ഇമേജിനെ നേരെ -x ആക്കാനും y ഡയറക്ഷനിൽ ഇരിക്കുന്ന ഇമേജിനെ നേരെ -y ഡയറക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ ആൻഡ് ഈ ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമുക്ക് ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ എന്ന് നോക്കാം. സോ ഞാനിവിടെ ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ കൊടുക്കുമ്പോൾ കണ്ടോ, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു അല്ലെ. ഇപ്പോൾ ഇരുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് എക്സിൽ ഇരുന്ന ഡയറക്ഷനെ ഞാൻ എന്താക്കി -x ആക്കി എടുത്തു. അപ്പൊ അതാണ് എന്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, ഇമേജ് റൊട്ടേഷനിൽ ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ ഉണ്ട്. സോ ആ ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ കൊടുക്കുകയാണെങ്കിൽ നേരെ തലതിരിഞ്ഞു വരും. അതായത് y ആക്സിൽ ഇരുന്നതിന് നേരെ -y ആക്സിലേക്ക് നമുക്ക് ആക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ഞാനിവിടെ അൺഡു ചെയ്യാണ്. അൺഡു ചെയ്താണ് പഴയ രീതിയിലേക്ക് ആക്കുന്നത്. കൺട്രോൾ പ്രസ് ചെയ്ത് അൺഡു ചെയ്തിട്ടാണ് ഞാൻ പഴയ മെത്തേഡിലേക്ക് ആക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇമേജ് റൊട്ടേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയിൽ വരുന്ന കാര്യങ്ങൾ. അതായത് 180 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്, ആർബിട്രറി മോഡ്, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ. സോ ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇമേജിന്റെ റൊട്ടേഷനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഇമേജ് റൊട്ടേഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങളുടേതായ ഒരു ഇമേജ് എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കമാൻഡുമായിട്ട് കാണാം. താങ്ക് യു.